1 പത്രോസ് 4 കണ്ടിന്യൂഷനാണ്. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ഈ എല്ലാറ്റിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തിൻ്റെ അവസാനം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം അത് നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ച വിഷയമാണ്. ഉന്മൂലനാശം 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 എന്ന് യെഹെസ്കേൽ പറയുന്ന അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 26-27 വാക്ക്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതങ്ങനെ ഇരിക്കയില്ല. മകുടം നീക്കി കിരീടം. ഇന്ന് പലർക്കും വളരെ പ്രശംസിക്കാനായിട്ട് കിരീടം പ്രശംസയാണ് കാണിക്കുന്നത്. പ്രശംസിക്കാൻ അറേബ്യൻ രാജ്യങ്ങൾക്ക് പ്രശംസിക്കാൻ എന്താ ഉള്ളത്? എണ്ണ ഇഷ്ടംപോലെ എണ്ണയുണ്ട്. പിന്നെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്തുണ്ട്? അവർക്ക് ഭൗതികമായ സോഴ്സസുകൾ ഒത്തിരി ഉണ്ട്. അമേരിക്കയാണെങ്കിൽ ആയുധം ഉണ്ടാക്കി വിറ്റ് അങ്ങനെ കോടികൾ സമ്പാദിക്കുന്നു. ഓരോ രാജ്യങ്ങൾക്കും അതിന് ചില കൽക്കരി സമ്പാദിപ്പിക്കുന്ന രാജ്യമുണ്ട്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഗോതമ്പ് വിറ്റ് കാശുണ്ടാക്കുന്നു. റഷ്യയ്ക്കും ഉണ്ടത്. മറ്റു പല 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 ധാതു ലവണങ്ങളൊക്കെ രാജ്യങ്ങൾക്കുള്ളത് കൊണ്ട് അതുകൊണ്ട് അവർ കോടീശ്വരന്മാരാകുക. അറേബ്യൻ രാജ്യങ്ങൾ എണ്ണയുടെ ഉൽപ്പാദനം അവർക്ക് കൂടുതലുണ്ട്. അതൊക്കെ അബ്രഹാമിൻ്റെ ഈ ദാസിയുടെ മകനായ ഹാഗാറിന് കൊടുത്ത ഒരു ബ്ലെസ്സിങ്ങിൽ പെട്ടതാണെന്നൊക്കെ പുസ്തകം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർ വിവരിക്കുന്ന അവരുടെ അപ്പന്മാർ നീതി ചെയ്തുകൊണ്ട് കിട്ടിയാന്ന്. ഇവിടെ ഗുണം പിടിക്കാത്തവനാണെങ്കിലും അവനെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ ഒരു ഭാഗമാണ് എണ്ണപ്പാടങ്ങൾ. അത് പുസ്തകം അറിയാവുന്നവർക്കറിയാം. ഇവരോടൊന്നും പറഞ്ഞാൽ അതൊന്നും മനസ്സിലാകത്തില്ല. കാരണം അത്രയ്ക്ക് അവരെക്കുറിച്ച് പറയുന്നത് തന്നെ കാട്ടുകഴുത എന്നാ. സ്തോത്രം. അപ്പോൾ കഴുതകൾക്ക് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവൂ? ഒന്നും മനസ്സിലാകത്തില്ല. ഞാനവരെ കഴുതയെന്ന് വിളിച്ചതല്ല, വചനത്തിൽ അങ്ങനെ പറയുന്നത് കൊണ്ട്. അവർ കഴുതയെ പോലെയുള്ളവരെന്ന് പുസ്തകം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മകുടം നീക്കി കിരീടം എടുത്തു കളയും. എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തികം, എക്കണോമി താഴെ പോകും. എല്ലാ രാജ്യങ്ങളുടെയും കിരീടങ്ങളെ ദൈവം എടുത്തു മാറ്റും. ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലം അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളത്. അപ്പം ദൈവത്തിൻ്റെ ഈ ഭൂമിയിലുള്ളത് ഇപ്പോൾ ഓരോരുത്തർ സ്വോത്രം കീറി മുറിച്ച് ഞങ്ങൾ അമേരിക്ക, ഞങ്ങൾ ലണ്ടൻ, ഞങ്ങൾ ഇന്ത്യ, ഞങ്ങൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഇതെല്ലാം എല്ലാത്തിനെയും കൂടി കശാപ്പ് ചെയ്യുന്നൊരു സമയം വരാൻ പോവുക. ലോകരാഷ്ട്രങ്ങളെ ദൈവം പീഡിപ്പിക്കാനായിട്ട് ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുക. മകുടം നീക്കി കിരീടം എടുത്തു കളയും. ഉന്മൂലനാശം ഉന്മൂലനാശം ഉന്മൂലനാശം. 1, 2, 3 ലോകമഹായുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞു. 1 കോടി മനുഷ്യർ 1-ാം ലോകമഹായുദ്ധത്തിൽ മരിച്ചു. അതുപോലെ കോടിക്കണക്കിന് മുറിവേറ്റവരായി. 2-ാം ലോകമഹായുദ്ധത്തിൽ 5 കോടി മനുഷ്യർ മരിക്കുകയും അനേക കോടികൾ മുറിവേറ്റവരായി മാറി. ഹിരോഷിമ നാഗസാക്കിയിൽ അനുഭവം വിട്ടതിൻ്റെ പ്രസരം ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൈയില്ല, കാലില്ല, മൂക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ അംഗവൈകല്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 3-മതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ ലോകത്തിലെ സകല ഗവൺമെൻറ്റുകളും രാജ്യങ്ങളും തലവന്മാരും അക്ഷാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സത്യവേദ പുസ്തകം പറയുന്നു 3-മതൊരു ലോകമഹായുദ്ധം നടക്കാൻ പോകും. അതിനു മുൻപ് ദൈവസഭ മാറ്റപ്പെടും. 1 കോടി മനുഷ്യർ 1-ാം ലോകമഹായുദ്ധത്തിൽ, 5 കോടി മനുഷ്യർ 2-ാം ലോകമഹായുദ്ധത്തിൽ, 3-ാം ലോകമഹായുദ്ധത്തിൽ മരിക്കുന്ന മനുഷ്യരുടെ കണക്കിനെ കുറിച്ച് നിർവചിക്കാൻ പറ്റത്തില്ല, പ്രവചിക്കാൻ പറ്റത്തില്ല. അതുപോലെ ജനം മരിച്ചു വീഴും. അതിനു മുൻപ് സഭ മാറ്റപ്പെടുമെന്ന് വേദപണ്ഡിതന്മാർ ശക്തമായിട്ട് പറയുന്നു. ഞാനതുകൊണ്ട് ഇന്ന് പൽക്കാലം വളരെ ഗൗരവത്തോടെ വിളിച്ചു പറയുന്നു, പത്രോസ് അപ്പോസ്തലൻ 2000 വർഷങ്ങൾക്ക് പഴുതി വെച്ചു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചു. സ്വത്രം. ആകയാൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകും. മാന്തി സമയം തീരുന്നില്ല, കിട്ടും. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? മാന്തിക്കൊണ്ടിരിക്കുന്നവരെവിടെ സമയം കിട്ടുന്നത്? ഒരു ടെലിഫോണും ഉണ്ട്, ലാപ്ടോപ്പും ഉണ്ട്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇത് നമ്മളെ കൊല്ലുന്ന സാധനമാണ്. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഇത് നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന സാധനമാണ്. സൂക്ഷിച്ചുപയോഗിക്കണം, വളരെ സൂക്ഷിച്ചുപയോഗിക്കണം.
ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ വർധനവിനും അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് വിനിയോഗിക്കാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമയം പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും നമ്മൾ നീക്കിവെക്കണം. സാത്താനോട് യേശു ഒരു മർമ്മം പറഞ്ഞു. മത്തായി 4 ലൂക്കോസ് 4 എന്താന്ന് പറയാമോ? അത് കറക്റ്റ് കൊടുകൈ. മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇവ സകല വചനം കൊണ്ട് ജീവിക്കുക എല്ലാവരും. ഒരിച്ചിരിക്കോളം വചനം കൊണ്ട് ജീവിക്കുന്നവരാ പെന്തക്കോസ്തുകാർ. പിന്നെ ഏതാ വചനം? മുഴുവൻ സാത്താന്റെ വചനം കൊണ്ട് ജീവിക്കുന്നവരായി മാറി. ഞാനിതൊക്കെ തുറന്ന് പറയാന്ന്. ഇത് ഇനി പറഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിൽ വചനമില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവിന് വചനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് സാത്താനെ ജയിച്ചത്. ഓരോ പ്രാവശ്യം പിശാചോട് പറയുന്ന ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുവെടുത്ത് അങ്ങനെ പറയുന്നു, തിരുവെടുത്ത് അങ്ങനെ പറയുന്നു, തിരുവെടുത്ത് അങ്ങനെ പറയുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. കണ്ടോ? മറുപടി വചനത്തിലൂടെ പറയുക. നീ ഞാനും നിങ്ങളുമായിരുന്നെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? ആ ലോകത്തുള്ള കല്ല് മുഴുവൻ പറക്കി കർത്താവിൻ്റെ അടുക്ക കൊണ്ടേ കൊടുത്ത് അപ്പമാക്കി അതും തിന്ന് നരകത്തിലോട്ടും പോയി തന്നെ. മനസ്സിലായോ? സർവ്വലോകത്തെയും കാണിച്ചു കൊടുത്ത് നമസ്കരിക്കാൻ പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കുക. ദൈവമക്കളൊരു കാര്യം പറയും, ഈ ആരാധന വേർഷിപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇന്ന് നടക്കുന്ന കലഹങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ ഞങ്ങളുടെ ദേവനായിരുന്നു അവിടെ, ഞങ്ങളുടെ ദേവനായിരുന്നു ഇവിടെ. ദൈവം സർവ്വലോകത്തിലും ഉണ്ട്, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. ദൈവം സർവ്വവ്യാപി, സർവശക്തൻ, സർവജ്ഞാനി. നമ്മൾ ദൈവത്തെ ഒതുക്കി കൂട്ടണ്ട ഒരു രൂപക്കൂട്ടിൽ. ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം സർവ്വവ്യാപൻ, ആത്മാവായിട്ട്, ബോഡി സ്പിരിറ്റ് ആത്മാവായിട്ട് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് കേട്ടോ, എല്ലാവർക്കും പറ്റത്തില്ല. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർക്ക് പറ്റത്തില്ല. കാരണം അവർക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അവർക്ക് ഞായറാഴ്ച അവിടെ പോയി 2 കൈയും കൂട്ടി 2 ബഹളം വെച്ചിട്ട് പാട്ടും പാടി മേശയും തിന്നിങ്ങ് പോരുക, അത് കഴിഞ്ഞിട്ട് പാപം ചെയ്യുക, പിന്നെ അടുത്ത ഞായറാഴ്ച നോക്കിയിരിക്കുക പോകാൻ. പെന്തക്കോസ്തുകാർ ഏകദേശം അതുപോലെ ആയി, ജാതികളെക്കാൾ കഷ്ടമായി. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുവാൻ ഞാനല്ല, പത്രോസ് അപ്പോസ്തലൻ പറയുക. എന്താ പറയുന്നത്? എന്നാൽ എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിനു മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. ഉറ്റ സ്നേഹം. 1 തിമോഥെയോസ് 1:5 വായിക്കാം. സ്നേഹത്തെക്കുറിച്ച് അതിനെപ്പോലൊരു വാക്യം വേറെ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. 1 തിമോഥെയോസ് 1:5 സ്നേഹത്തെക്കുറിച്ചൊരു നിർവചനം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായവും സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ശക്തമായ പ്രബോധനമാണ്. 1 തിമോഥെയോസ് 1:5 ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. മതി. അതാ സ്നേഹം. എനിക്കറിയാം പലരെയും ചിലർ കണ്ടു കഴിയുമ്പോൾ ആ വാക്ക് ഒലിക്കുന്ന സ്നേഹം, അങ്ങ് ഒലിച്ചു വരിക സ്നേഹം. വർത്താനം പറയുന്നതേ ഉള്ളിന് പക വെച്ചോണ്ടായി പറയുന്നത്. ഉള്ളിൽ ആ വ്യക്തിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പുറമെ എന്ത് ചെയ്യുക? അഭിനയിച്ച് കാണിക്കുക. മോൻ എവിടെ നിന്ന് വന്നു, മോളെവിടെ പോയി, അതാ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ഇതുപോലെ തോന്നിപ്പോകും നമ്മൾ. ഈ വ്യാജഭാവങ്ങളെല്ലാം കളയണം. കപടഭക്തിയാണ്, ഹിപ്പോക്രൈറ്റ്സ്. ന്യായപ്രമാണം മുടിനാരി കീറി പഠിച്ച് ഇസ്രയേൽ മക്കളെ ന്യായപ്രമാണം പഠിപ്പിക്കേണ്ട ന്യായശാസ്ത്രിമാരും പരീശന്മാരെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? കപടഭക്തിക്കാരും. മത്തായിയുടെ സുവിശേഷം 23 അടുത്ത മണിക്ക് ഒന്ന് വായിച്ചു നോക്കിക്കോ. എന്നിട്ട് വായിച്ചു പോകുന്നത് നല്ലതാ. സ്വോത്രം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, കപടഭക്തിക്കാരെ. മത്തായി 23 പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കപടഭക്തിക്കാരായ പെന്തക്കോസുകാരെ, കപടഭക്തിക്കാരായ ന്യൂ ജനറേഷൻ സഹോദരങ്ങളെ, കപടഭക്തി എല്ലാം നിർത്തിക്കോ. എന്താ കാര്യം? എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുക.
ഇനി അധികം കാലമില്ലാന്നേ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള കാലമേ ഉള്ളൂ എന്നിനി. നമ്മുടെ ചപ്പടി വിദ്യകളെല്ലാം നിർത്തി, നമ്മുടെ ഇരട്ടത്താപ്പുകളെല്ലാം നിർത്തി, നമ്മുടെ മുഖംമൂടികളെല്ലാം വലിച്ചു ചീന്തി. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. അതിൻ്റെ ബൈബിൾ കോളേജിലെ ഡീനായിരുന്നു പുള്ളി, ഡീൻ. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ ഷിബു എന്ന, ഇപ്പോഴും ഉണ്ട് പുള്ളി. അദ്ദേഹം പറയുമായിരുന്നു, പാസ്റ്റർമാർക്ക് മുഖംമൂടിയുണ്ട്, നിങ്ങൾക്ക് മുഖംമൂടി പാടില്ല. വീട്ടിലൊരു മുഖംമൂടി, സഭയിലൊരു മുഖംമൂടി, ലോകത്തിറങ്ങുമ്പോൾ ഒരു മുഖംമൂടി, ഇലക്ഷൻ വരുമ്പോൾ വേറൊരു മുഖംമൂടി. ഏത് ഇലക്ഷൻ വരുമ്പോൾ? ലോകത്തിലെ ഇലക്ഷൻ നടക്കുമ്പോൾ UDF LDF എല്ലാം കൂടി ചേർന്ന് ഇലക്ഷൻ നടത്തുമല്ലോ, അപ്പോൾ ഒരു മുഖംമൂടി. സഭയിലൊരു ഇലക്ഷൻ നടത്തുമ്പോൾ അപ്പോൾ ഒരു മുഖംമൂടി. ഇത് നിങ്ങൾക്ക് പാടില്ല എന്ന് ആ മാന്യദേഹം പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. മുഖംമൂടികളെല്ലാം നമ്മൾ തന്നെ മാറ്റണം. ഇല്ലെങ്കിൽ മുഖംമൂടി വലിച്ചു ചീന്തുന്നൊരു സന്ദർഭമുണ്ട്, അന്ന് കിടന്ന് വിലപിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുക, നിർമ്മതരായിരിപ്പി. നിർമ്മതരെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ നിർമ്മതരായിരിക്കുക? എന്തോ? അഹങ്കാരമില്ലാത്തവരായിരിക്കുക. അഹങ്കാരം. തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും ഒന്നും ഇല്ലായിരുന്നു, എന്തെങ്കിലും ഇച്ചിരി കിട്ടിയപ്പോൾ അഹങ്കാരം. അല്ല, എന്നെ പോലുള്ളവരെ ഇത് പറയാൻ പറ്റത്തുള്ളൂ, ഞാനേ പറയത്തുള്ളൂ. വേറെ ആർക്കും ഇത് പറയാനൊന്നും പറ്റത്തില്ല. കാരണം എല്ലാം പേടിച്ചിരിക്കുക. ഒന്നിൽ ഭാര്യയെ പേടിക്കും, മക്കളെ പേടിക്കും, അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികളെ പേടിക്കും, കാശുള്ളവരെ പേടിക്കും. എനിക്ക് പിന്നെ ആരെയും നോക്കാനൊന്നുമില്ല, ഒരൊറ്റ നോട്ടം മുകളിലോട്ട്. സ്തോത്രം. ദൈവം നമ്മുടെ മുഖംമൂടി വലിച്ചു ചീന്തുന്നതിന് മുൻപ് നമ്മൾ തന്നെ സ്വയം നമ്മുടെ അഹന്തകളും നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ നിഗളങ്ങളെല്ലാം താഴെ വെച്ച്, സ്തോത്രം, ഇവിടെ പറയുന്നു, സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ നിർവചനം ഏതാ? ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം. നല്ല മനസ്സാക്ഷി. കപട സ്നേഹം വിട്ടുകളയുക. കപട സ്നേഹം, ഒരാളെ കാണുമ്പോൾ അതുമായിട്ട് വലിയ ഉള്ളിൽ പകയാണെങ്കിൽ പുറമെ എന്ത് ചെയ്യുക? സ്നേഹം അഭിനയിക്കുക. ഇവിടെ ഇന്നത്തെ സിനിമാ നടന്മാരെല്ലാം തോറ്റുപോകും നമ്മുടെ ബന്ധക്കോസുകാരുടെ മുമ്പിൽ. എന്തൊരു അഭിനയമാണ്! ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ കിടന്ന് അഭിനയിച്ച്. ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു സഹോദരനെ വിളിച്ചു, പശ്ചിമ കൊച്ചിയിലുള്ളൊരു സഹോദരനെ വിളിച്ചിട്ട്, എൻ്റെ ഒരു പഴയ പാസ്റ്റർ ഉണ്ടായിരുന്നു, ആൻ്റണി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പാട്ടുകാരനുണ്ട്, ആളും പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പേട്ട് ചെറുക്കൻ, പാട്ട് ഭയങ്കര പാട്ടാന്നാണ് പറയണം. കാകാജിന് കൊള്ളത്തില്ല, കൊള്ളാമെങ്കിൽ പിന്നെയും തിരക്കേടില്ല. അവൻ ചോദിക്കുന്ന 1 ലക്ഷം രൂപ, 1 lakh rupees ഒരു കൺവെൻഷന് പാടാൻ വരുമ്പോൾ. ഞാൻ എങ്ങനെ ഇത് പറയാതിരിക്കും? അവൻ 1 ലക്ഷം രൂപ വേണമെന്ന് പാട്ട് പാടാൻ പറയണമെന്നില്ലേ? ഇത് ഈ 1 ലക്ഷം കൊടുത്ത് പാടിക്കാനായിട്ട് നമ്മുടെ വിശ്വാസികളും പാസ്റ്റർമാരും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രം. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹത്തിൽ നിന്ന് വേണം നമ്മളെല്ലാം ചെയ്യാൻ. അല്ല ദ്രവ്യാഗ്രഹം മൂത്തിട്ട്. ഈ പുള്ളിയുടെ പാട്ട് എങ്ങനെയാണെന്നറിയാമോ? ചില സങ്കട സീനൊക്കെ കരഞ്ഞ് പാടുന്നതായിട്ട് പുള്ളി പാടിക്കളയും. പാടുമ്പോൾ ഈ പുസ്തകം വായിക്കാത്ത, വേദോത്വം വായിക്കാത്ത വിശ്വാസികളാണല്ലോ ഇത് കൂടുതലും. ഇതുകളല്ലേ ഇത് കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? കൈയടിച്ചങ്ങ് സന്തോഷിക്കുക. സഹോദരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പാടുമ്പോൾ കരയുകയാണ്. അവൻ ആക്ട് ചെയ്യുകയാണ്. അവൻ 1 ലക്ഷം രൂപ ഇട്ട് ഇത് കഴിയുമ്പോൾ. നീ ഗ്ലിസറിൻ വല്ലതും തൂത്തിട്ടാണോ കരയുന്നതെന്ന് അതും അറിയാൻ പറ്റത്തില്ല. ഇന്നത്തെ വിശ്വാസികളില്ലേ എന്ത് തരികിടയും ചെയ്യും അവർ. ഇന്നത്തെ ആത്മീയ കോളത്തിൽ കാണിക്കുന്നവർ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി 15,000 രൂപ ചോദിച്ച് മേടിച്ചൊരു പാസ്റ്റർ. അമ്മ വിഷയം ഗൗരവമായതുകൊണ്ട് ഹൃദയത്തിൽ തേങ്ങി നടന്നു. ഈ സഹോദരൻ്റെ അനൗൺസ്മെന്റ് കേട്ടിട്ട് പ്രാർത്ഥിക്കാം, ദൈവം പിടിവിക്കുമെന്ന് പറഞ്ഞു. ലോകം എന്താ കൊണ്ടേ കൊടുത്തുകളയെന്ന് പറഞ്ഞ വിഷയം എഴുതി കൊടുത്തു. എന്തെങ്കിലും ഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഫീസൊന്നുമില്ല, ചാനലിന് വേണ്ടി 15,000 രൂപ അമ്മാമ്മ കൊടുത്താൽ മതി. അമ്മാമ്മ സന്തോഷത്തോടെ കൊടുത്തു. 6 മാസം കഴിഞ്ഞിട്ട് വിടുതലില്ല. അവസാനം ചോദിച്ചു, പക്ഷേ വിടുതലില്ലല്ലോ, അത് കർത്താവ് വിടുവിച്ചോളും എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അമ്മാമ്മയ്ക്ക് തൃപ്തിയായില്ല. അമ്മാമ്മ വേറെ ആരോടത്തും പറഞ്ഞു ആരെ കൊടുത്തു? ഈ പാസ്റ്റർക്കാണോ കൊടുത്തത്? നേരെ സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പോയി SIക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞു, കാശ് പിടിച്ചെടുക്കാൻ പറഞ്ഞു. SI എടുക്കുക, കേസ് പോയി. SI ഈ പാസ്റ്ററെ വിളിച്ചു,
24 മണിക്കൂറിനുള്ളിൽ 15,000 രൂപ ആ ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് FIR ഇട്ട് നിന്നെ ലോക്കപ്പിലാക്കുമെന്ന് പറഞ്ഞു. കേസ് അതുപോലത്തെ കേസാണ് കിട്ടിയിരിക്കുന്നത്. 24 മണിക്കൂർ എടുത്തില്ല, 12 മണിക്കൂറിനുള്ളിൽ കേസ് എന്ത് ചെയ്തു? തുടച്ചു കളഞ്ഞു പാസ്റ്റർ. കാശ് കൊടുത്തു, സംഭവം തീർത്തു. ഈ ഗതികെട്ട അവസ്ഥയാണ് ഇന്ന് പലർക്കും സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായിക്കോ? പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ കിട്ടിയോ ഇല്ലയോ വിഷയമല്ല. കർത്താവിൻ്റെ സമയത്തിന് വിടുതൽ കിട്ടും. അല്ലെങ്കിൽ ആ വിഷയത്തിലൂടെ ആ വിഷയത്തിലൂടെ ഈ സഹോദരനോ സഹോദരിയോ മാതാവോ ഒന്ന് ക്രമീകരണം പ്രാപിച്ചു വരണം. അതിനുവേണ്ടി ആ കഷ്ടത ദൈവം അനുവദിച്ചിരിക്കുക. അത് ആ സമയം വരുമ്പോൾ മാറിക്കോളും. അതിന് പാരിതോഷികമായിട്ട് നമ്മളൊന്നും ചോദിക്കണ്ട. അവർ തരിക, പാസ്റ്റർ 500 ഇരിക്കട്ടെ, ഒരു 100 ഇരിക്കട്ടെ, സന്തോഷം. കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചിട്ട് അവസാനം SIയുടെ ആട്ടും തുപ്പും കേട്ട് കാശ് കൊണ്ട് കിട്ടിയ ഇവരെ പോലെയുള്ള സുവിശേഷകന്മാർ ആത്മീയ ഗോളത്തിലെ ശാപങ്ങളാണ്. അത് ഞാൻ പറയുന്നൊരു വാക്യം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആര് ശപിക്കപ്പെട്ടവൻ? അപ്പോസ്തലന്മാർ പറഞ്ഞ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് പറയുന്നവർ ശപിക്കപ്പെട്ടവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഇച്ചിരി കട്ടിയായിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്നോട് പൊറുത്തുകൊള്ളണം. പൗലോസ് പറയാം, നിങ്ങൾ എന്നെ പൊറുത്തുകൊള്ളുന്നുവല്ലോ, ഞാൻ വടിയോടുകൂടി നിങ്ങളെടുക്ക വരട്ടോ എന്ന് പൗലോസ് ചോദിക്കുന്നില്ലേ? വടിയോടുകൂടി വരാനാണ് ചോദിക്കുന്നത്. ആ ഗൗരവത്തോടെ പറയുന്നതാണ്, അതല്ല വേറൊന്നുമല്ല. അതുപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ പറയുക. ഈ ചെയ്യുന്നവരോട് എനിക്ക്, ഈ വക കൊള്ളരായ്മ ചെയ്യുന്നവരോട് എനിക്ക് അതിന് സ്തോത്രം, ആ ചെയ്ത പ്രവൃത്തിയോടാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. സുവിശേഷം പറയുന്നത് എങ്ങനെയാണ് പറയണമെന്ന് വ്യവസ്ഥയുണ്ട്. ഒരു സുവിശേഷകൻ എങ്ങനെ സുവിശേഷം പറയണമെന്നുള്ളത് പുസ്തകത്തിൽ വ്യവസ്ഥയുണ്ട്. ഒരു സുവിശേഷകൻ എങ്ങനെ ജീവിക്കണമെന്ന് 1 തീമോഥെയോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷകന്റെ ഉപദേശം എങ്ങനെ ആയിരിക്കണമെന്ന് 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ ലേഖനങ്ങൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യം വായിച്ചാൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എടുത്ത് വായിച്ചോണം നിങ്ങൾ തന്നെ. 1 തീമോഥെയോസ്, തീത്തോസിന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതിലെങ്ങനെയായിരിക്കണമെന്ന്, ഒരു സുവിശേഷകൻ എങ്ങനെയായിരിക്കണമെന്നുള്ളത് ശക്തമായി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കുക. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്ക. ആര്? ശുശ്രൂഷകൻ, മൂപ്പൻ. ഇന്നത്തെ മൂപ്പന്മാരുടെ കാര്യം പറഞ്ഞാൽ പറയാതിരിക്കുക ഭേദം. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇന്ന് ശുശ്രൂഷകന്മാർ ഇങ്ങനെ ദൈവസഭയിൽ കിടന്ന് അഴിഞ്ഞാടുന്നത്? ദ്രവ്യാഗ്രഹികളായി, ലോകസ്നേഹികളായി, ജഡീകന്മാരായി, പീഡനപ്രതികളായി, തട്ടിപ്പ് വീരന്മാരായി തീർന്നിക്കേണ്ട കാര്യം എന്താ പറ? ഇവർ വേദപുസ്തകം വായിച്ച് പഠിക്കുന്നില്ല. ഇവർ പ്രസംഗിക്കാനായിട്ട് വേദപുസ്തകം വായിക്കുക. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ, പ്രസംഗിക്കാനല്ല നീ വേദപുസ്തകം വായിക്കേണ്ടത്, ജീവിക്കാനാണ് വായിക്കേണ്ടത്. ജീവിക്കാൻ വേണ്ടി വായിക്കണം, ജീവിക്കാൻ വേണ്ടി വായിച്ച് പഠിക്കണം. ഇപ്പം എന്നിൽ എന്തെങ്കിലും ഒരു തെറ്റ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവനെ ക്രൂശിക്കാനൊന്നും പോകാറില്ല. സ്വോത്രം ബ്രദറെ, ഞാൻ പറഞ്ഞു, എന്നെ തിരുത്തിയതിന് നന്ദി, അങ്ങനെ പറയാറുണ്ട്. എത്രയോ പേരെന്നെ തിരുത്തിയിട്ടുണ്ട്, ഇപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് പറയാൻ ഒരു മടിയില്ലല്ലോ. തികഞ്ഞവനാണെന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന അന്യായങ്ങൾ ലോക മനുഷ്യന്റെ മുൻപാകെ യേശുക്രിസ്തുവിൻ്റെ എന്ത് ചെയ്യുക? ദൈവപുത്രനെ ചവിട്ടിക്കളയുക, വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നുണ്ടുക, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക ചെയ്യുന്നത്. അവർ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. ഏതായി കഠിനമേറിയ ശിക്ഷ? സാത്താനുവിൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്ക.
അഗ്നിപ്പൊയ്യ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ ഇത്ര ഗൗരവത്തോടെ പറയുന്നത്. സ്തോത്രം. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിനു മുൻപേ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിപ്പീൻ. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം ഒന്ന് വായിച്ചു പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഒരു ഹിന്ദു സഹോദരൻ, ഹിന്ദുമാർഗത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നൊരു സഹോദരൻ എന്നോടൊരിക്കൽ പറഞ്ഞൊരു മറുപടി കേട്ട് ഞാൻ ചൂളിപ്പോയി. എന്നോട് പുള്ളി പറയുക, 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം വായിച്ചു പഠിച്ച വിശ്വാസികൾ ഇന്ന് ഭൂമിയിൽ കുറവാണ്. എന്താ കാര്യം? സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല. സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ലെന്ന്. പ്രാർത്ഥന 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 പ്രാർത്ഥന, ഒടുക്കത്തെ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു പ്രാർത്ഥിച്ച് ഇവരൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോകത്തേ ഉള്ളൂ. പ്രാർത്ഥന നിർത്ത്, ആരാധന നിർത്ത്. എന്നിട്ട് ഈ വചനത്തിൻ്റെ അവസ്ഥയിലേക്ക് വാ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കോണം വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ഈ ഉതിർന്നു പോകണമെങ്കിൽ എന്തായിരിക്കണം? മണ്ണാങ്കട്ടയാണ് ഉതിർന്നു പോകുന്നത്. നാം മണ്ണാങ്കട്ടയല്ല, നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ദൈവം ഒരു ആത്മാവിനെ നമ്മളിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. സഖറിയാപ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരാത്മജീവിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റുള്ള ഒരു ജീവിക്കും ആത്മാവില്ല, മനുഷ്യന് മാത്രം ആത്മാവുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ വാല്യൂ ഉള്ള സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇന്നൊരു ഹീന ജീവിയായി മാറിയിരിക്കുക, ഒരു ഹിംസ ജന്തുവായി മാറിയിരിക്കുക. വേദപുസ്തകത്തിലെ 1-ാമത്തെ കുടുംബം ഏതായിരുന്നു? ആദാം, ഹവ്വ, കായീൻ, ഹാബേൽ. ഈ 1-ാമത്തെ കുടുംബത്തിൽ തന്നെ കൊലപാതകം തുടങ്ങി. സ്വന്തം സഹോദരൻ. ഇന്നും ആ പരമ്പര തുടർന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഇന്നത്തെ ആത്മാവൊന്നും എനിക്ക് വിശ്വാസമില്ല. ഏതൊക്കെ ആത്മാവുണ്ടെന്നറിയാം? ഒത്തിരി വെറൈറ്റി ആത്മാവുണ്ട്. യഥാർത്ഥ ആത്മാവുള്ള വ്യക്തിയുടെ ചിത്രമാണ് നമുക്ക് ഈ 13-ാം അധ്യായത്തിൽ കാണുന്നത്. അവർ തെറ്റുകുറ്റങ്ങൾ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമായാചനം ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ച് പിന്നെയും സ്നേഹിക്കും, തമ്മിൽ സ്നേഹിക്കും. പൗലൂസും ബർന്നബാസുമായിട്ട് ഉഗ്രവാദം ഉണ്ടായി, പിന്നെ അവരെ ശുശ്രൂഷിച്ചിട്ടില്ലേ? ഇല്ലേ സഹോദര? ഉണ്ട്. മർക്കോസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഇതൊക്കെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാ. നാം പലതിലും തെറ്റിപ്പോകുന്നു. എന്തുകൊണ്ടാണ് ഈ തെറ്റ് തിരുത്താൻ നമുക്ക് കഴിയാത്തത്? ദൈവാത്മാവിൻ്റെ ഒരു അംശം പോലും പരലുമില്ല, ദൈവസ്നേഹത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല. ഹല്ലേലൂയ. എനിക്ക് എന്നോട് പോട്ടിയിട്ട ഒരു സഹോദരൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇടപെട്ട ആദ്യത്തെ ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോയതാണ്. ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു. നിങ്ങളാണ് സാക്ഷിയായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരാ, എന്തായാലും നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു വഴക്കുണ്ടാക്കി. എനിക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു ഉഗ്രം ബിരിയാണി മേടിച്ചു തരാം. മേടിച്ചുകൊണ്ട് പോയി ബിരിയാണി ഇല്ലാഞ്ഞിട്ട് നല്ല ചോറും കറിയും മേടിച്ചു. ഇവിടെ ഇപ്പോൾ താഴ്ച മേടിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിലും നാണം കെടട്ടെ എന്ന് കരുതി. സ്തോത്രം. കാരണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ പകയ്ക്കരുത്. നീ എന്നോടത് പറഞ്ഞില്ലേ, ഇനി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർന്നു. നമ്മൾ ഹൃദയത്തിൽ അത് കരുതിയാൽ തീർന്നു. നമ്മുടെ ജലപ്രായമുള്ള സഹോദരങ്ങളൊക്കെ പറഞ്ഞു, അവരൊക്കെ പറഞ്ഞതും കേട്ടതും ഒക്കെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്ന് അവരെ ആ നിലയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവമക്കളല്ലാതെ ആത്താൻ്റെ മക്കളാ. മനസ്സിലായിക്കൊള്ളണം. ദൈവമക്കൾക്ക് എന്തില്ല? പകയില്ല, വിദ്വേഷമില്ല, പിണക്കില്ല, വെറുപ്പില്ല.
എന്തെങ്കിലും വന്നാൽ പറഞ്ഞ് ക്ഷമായാനം ചെയ്ത് തമ്മിൽ നിരപ്പ് പ്രാപിച്ച് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാത്തതൊക്കെ വല്ലാത്ത ജീവിതമാണ്. എവിടെ ചെന്ന് അവസാനിക്കുന്നു ഒരു പിടിയില്ല. സ്വർഗരാജ്യം കിട്ടത്തില്ല, അത് ഉറപ്പാണ് എന്തായാലും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് തമ്മിൽ ക്ഷമിക്കാനും സഹിക്കാനും കഴിയട്ടെ. കർത്താവ് ഒരു കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വരിക. നിങ്ങൾ തമ്മിൽ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അതാ വിഷയം. പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ക്ഷമാചാരം കിട്ടണമെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. തെറ്റുകുറ്റങ്ങൾ വന്നാൽ സഹിച്ചു പുറത്ത് ക്ഷമിക്കണം. ഫോർബെയറിങ്, ക്ഷമിച്ച് പൊറുക്കണം, പുറത്ത് ക്ഷമിക്കണം. പകവെച്ചുകൊണ്ടിരിക്കരുത്, വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത് ഭയങ്കര ഒരു പഠനമാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും, ജ്ഞാനമോതി നീങ്ങിപ്പോകും. അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായി വരുമ്പോഴും അംശമായി നീങ്ങിപ്പോകും. 11-ാം വാക്യം, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ഇപ്പോഴും തേജിച്ച് കളഞ്ഞിട്ടില്ല. പലതും വെച്ചോണ്ടിരിക്കുകയാണ് ഹൃദയത്തിലെ, വലിച്ചെടുത്ത് ദൂരകളാ. ഈ 11-ാം വാക്യത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന എന്തിനാ പറഞ്ഞ് എനിക്ക് പിടികിട്ടിയില്ല ഇതിന് മുമ്പ്. ഈ 11-ാം വാക്യത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ശിശുവിൻ്റെ ചിത്രം എടുത്ത പൗലോസ് ഇവിടെ കാണിക്കുന്നതിൻ്റെ വല്ല കാര്യമുണ്ടോ? പറ, എന്താ കാര്യം? ശൈശവാവസ്ഥയിൽ കിടന്നാൽ ശിശു ജഡികനാണെന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായം. ശിശു ജഡികൻ. അപ്പം ശിശുവിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്ഷമിക്കാൻ കഴിയും. നമ്മുടെ ഒരു കുഞ്ഞുണ്ട് ഇവിടെ, 2 അടിയടിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ അപ്പാപ്പാന്ന് വിളിച്ചും പിന്നെയും വരിക. നമ്മളാണെങ്കിലോ, എന്നെ അടിച്ചില്ലേ, ആ പകയും വെച്ചോണ്ടിരിക്കുക, എന്നെ വഴക്ക് പറഞ്ഞില്ലേ, ആ പകയും വെച്ചോണ്ടിരിക്കുക. അവൻ പിന്നെയും വന്ന് അപ്പാപ്പാന്ന് മേത്തോട്ട് കയറുന്നു, കൂട്ടരിൽ പോകണം, ബൈക്കിൽ പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ? ശിശുവില്ലേ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നെങ്കിൽ 2 പഠനങ്ങളുണ്ട്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയതിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല. ആത്മീയത്തിൽ ശിശു ആകാനും പാടില്ല. എന്നാൽ നിഷ്കളങ്കതയിൽ ശിശുക്കളും ആകണം. വലിയ പഠനങ്ങളാണ് കേട്ടോ പ്രിയമുള്ളവരെ. ആത്മീയ വിഷയത്തിൽ ശിശു ആകരുത്, ഒരു ബോധമില്ലാത്തവനുമായിട്ട് നമ്മൾ തീരരുത്. അവിടെ നമ്മൾ ജ്ഞാനികളാകണം. ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിന് അളവിലോളം വളർന്നു വരണം, വളർച്ച പ്രാപിക്കണം. ശൈശവാവസ്ഥയിൽ കിടക്കരുത്. എന്നാൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ശിശുക്കളെ പോലെ സ്നേഹിക്കണം. മറന്നും പുറത്തും സഹിച്ച് വിഷയി. എന്നാലേ നമ്മൾ ആത്മീയരാകുള്ളൂ, എന്നാലേ ആ സ്വർഗരാജ്യത്ത് ചെന്നെത്തത്തുള്ളൂ. ഈ ശരീരത്തിന് രൂപാന്തരം കിട്ടണ്ടേ സഹോദര? ഈ ശരീരത്തിനൊരു ഉയർപ്പോ രൂപാന്തരം കിട്ടണ്ടേ? അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്നത് അതിന് വേണ്ടിയാണ്. ഇവിടെ കിടന്ന് പടം കളിക്കാനല്ല. ആളെ കൂട്ടി 1000 പേര്, 2000 പേര്, 3000 പേര്, 8000 പേര് കൂട്ടി ശ്രോത്ര പാഴ്ചയും ചാവപ്പെട്ടി പോലെ ആക്കി ഭൗതികം കൊയ്തെടുക്കാനല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. പൗലൂസിന്റെ ദർശനം ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന എൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരമാണ്. പിറുപിറുപ്പ് പാടില്ല. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ, പാസ്റ്ററിന്റെ ഭാര്യ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയുവാന്ന് ഉള്ളില്, എന്നാ തിന്നോണ്ട് പോ. അത് പാടില്ല. സ്നേഹത്തിലായിരിക്കണം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് സാധുക്കളായിട്ടുള്ളവർ, ഭക്ഷണത്തിന് വകയില്ലാത്തവരൊക്കെ വരുമ്പോൾ ആദരവോടെ നമ്മളിത് ചെയ്യണം. അല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ സ്നേഹത്തിൽ ചെയ്യണം. ദൈവസ്നേഹത്തിന്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യണം. പക, വിദ്വേഷം ഇതൊന്നും നമ്മളിൽ പാടില്ല. അതൊക്കെ ജഡത്തിന്റെ സ്വഭാവമാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായം പഠിക്കുമ്പോൾ ജഡത്തിന്റെ സ്വഭാവം, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്നിവ വിളവാകുന്നു.
ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണമില്ല. ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ സ്വർഗരാജ്യം കാണുകയില്ല. കോടതി പോകുന്നവൻ സ്വർഗരാജ്യം കാണുകയില്ല. എവിടെ പഠിപ്പിക്കുന്നത്? 1 കൊരിന്ത്യർ 6. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. ഏതാ അന്യായം? കോടതി കയറുന്നത് അന്യായം. ഇന്ന് നമ്മുടെ സഭകളിലെ വമ്പന്മാരായ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി. അവർ പറയണം എന്താണെന്നറിയോ? ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് 28 കേസ് കിടപ്പുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് 16 കേസ് കിടപ്പുണ്ട്. ഇത് തീർപ്പാക്കപ്പാ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് ക്ഷമിച്ച കേസ് തീർപ്പാക്ക്. ഇത് വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? 1 കൊരിന്ത്യർ 6:9 മുതൽ കേട്ടോ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലേ നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. തൊഴിലുറപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗിരികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കയില്ല. അടുത്ത 11-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ അങ്ങനെ ആയിരുന്നവർ കർത്താവിൻ്റെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും കഴുകൽ പ്രാപിച്ചവരാണ്, ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. നാം അതിൻ്റെതായ നിലയിൽ ജീവിക്കണം. ഇതൊക്കെയാണ് സഭയുടെ ഉപദേശങ്ങൾ. ഇന്ന് സഭയുടെ ഉപദേശം സഭയെ പഠിപ്പിക്കാതെ എന്തൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തോ ചെയ്യാനാ? ദുരന്തമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് നിങ്ങൾ ചെവി കൊടുക്ക്. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എന്താ? തിയോഫിലുസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ഇനി ലൂക്കോസ് ഉണ്ടെന്ന് ഒന്നുകൂടി വായിക്കാൻ. ലൂക്കോസ് ഉണ്ടെന്ന് ഒന്ന് വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഈ ഉപദേശത്തിൻ്റെ പ്രാധാന്യത ലൂക്കോസ് അവിടെ എടുത്തു പറയുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കാതെ പോകുന്നെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ശ്രീയോമനെ ദീലിഫോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ. അപ്പോൾ വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരാരാ? എം.എ. വർഗീസോ, സാമ്പോൾ പാസ്റ്ററോ, പി.ജി. വർഗീസോ? വചനത്തിൻ്റെ ശുശ്രൂഷകന്മാർ അപ്പോസ്തലന്മാരാണ്. അവര് പറയുന്നതാണ് ഉപദേശം. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു.